നീറ്റിന് പിന്നാലെ UGC നെറ്റ് പരീക്ഷയിലും ഗുരുതര വീഴ്ച ആവർത്തിച്ചതോടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഗുരുതര പിഴവുകളെ തുടർന്ന് 3 വിഷയങ്ങളിൽ പുനഃപരീക്ഷ നടത്താനാണ് NTA തീരുമാനം. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലാണ് വീണ്ടും പരീക്ഷ നടത്തുന്നത്. വ്യാപക പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ പ്രത്യേക ആഭ്യന്തര സമിതിയെ നിയോഗിച്ച് NTA പരിശോധന നടത്തിയിരുന്നു. സമിതിയുടെ പരിശോധനയിൽ പരാതികൾ ശരിയാണെന്ന് കണ്ടെത്തുകയും പുനഃപരീക്ഷയ്ക്ക് ശുപാർശ ചെയ്യുകയുമായിരുന്നു. നേരത്തെ നീറ്റ് പരീക്ഷയിലെ വീഴ്ചയിൽ രാജ്യമാകെ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിൽ നിന്നൊന്നും ഒരു പാഠവും NTA പഠിച്ചിട്ടില്ല എന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്. നോബൽ മാരിക്കാരൻ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. നോബൽ, ദേശീയ തലത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷാ ഏജൻസി എന്ന് ചോദിക്കുകയാണ് ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ ഒന്നടക്കം. അത്രയേറെ ഗുരുതരമായ പിഴവുകളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ നീറ്റിന് പുറകെ നെറ്റിലും സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഒന്നിനും കൊള്ളാത്ത ഒരു പരീക്ഷാ സംവിധാനം, ഒന്നിനും കൊള്ളാത്ത ഒരു സിസ്റ്റം, അങ്ങനെ വേണം പറയാൻ. റോഷ്നി, എന്നെ തല്ലേണ്ട ഞാൻ നന്നാവില്ല എന്ന നിലപാടാണ് NTA ഇക്കാര്യത്തിൽ എടുക്കുന്നത്. അവർ നന്നാകില്ലെന്ന് മാത്രമല്ല, വിദ്യാർത്ഥികളെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയി വിടുകയും കൂടി ചെയ്യുന്നുണ്ട് എന്ന് എടുത്തു പറയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായതാണ്. വലിയ വിവാദങ്ങൾക്ക് പിന്നാലെ ഒരു മന്ത്രി അടക്കം രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതിനുശേഷവും ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത് NTA തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ നെറ്റിന്റെ പുനഃപരീക്ഷയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. 3 പരീക്ഷകൾ നടത്തേണ്ട സാഹചര്യം, സോഷ്യോളജി, കൊമേഴ്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളാണ് വീണ്ടും ഇപ്പോൾ പുനഃപരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കുന്ന വലിയ സമ്മർദ്ദം, അവരുടെ സമയം, പണം, അവരുടെ പ്രതീക്ഷകൾക്ക് കേൾക്കുന്ന വലിയ തിരിച്ചടിവെക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് NTA ഇക്കാര്യത്തൊന്നും ഒരു തരത്തിലുള്ള കൺസേണും ഇല്ല എന്ന് വേണം എടുത്തു പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിരന്തരം ഇത്തരത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടാവുകയും അത് വീണ്ടും വിദ്യാർത്ഥികൾക്ക് മേൽ അമിത ഭാരമായി എത്തുകയും ചെയ്യുന്നത്. ഒരു വിദ്യാർത്ഥി എത്ര ബുദ്ധിമുട്ടിയാണ് പരീക്ഷ പൂർത്തിയാക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അവരൊക്കെ വീണ്ടും പരീക്ഷ എഴുതുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം, NTA എന്ന് പറയുന്ന സംവിധാനം എന്തിനാണെന്ന ചോദ്യം പല കുട്ടികളിൽ നിന്ന് കഴിഞ്ഞ് കുറേ നാളായി ചോദിക്കുന്നുണ്ട്. അത്രയൊക്കെ പഴി കേട്ടിട്ട് പോലും ഒരു നന്നാകാൻ അല്ലെങ്കിൽ ഒരു കുറ്റമറ്റ രീതിയിൽ പരീക്ഷ പൂർത്തിയാക്കാൻ ഇപ്പോഴും NTA കഴിയുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. ഇതിനോടകം തന്നെ വലിയ മുറവിളികൾ ഇതിനെതിരെ ഉയരുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ മറ്റ് കോക്രോച്ച് ജനതാ പാർട്ടി പോലത്തെ സംവിധാനമൊക്കെ വലിയ പ്രതിഷേധമായി വീണ്ടും എത്തുകയാണെങ്കിൽ സാഹചര്യം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നും എല്ലാവർക്കും അറിയാം. എന്നിട്ടും തെറ്റുകൾ നിരന്തരം വരുത്തുന്നു എന്നാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ സ്വഭാവം. എന്താണെങ്കിലും വിഷയത്തിൽ ഇപ്പോൾ ശക്തമായ നടപടിയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. അടുത്ത മാസമാണ് വീണ്ടും പരീക്ഷ നിശ്ചയിച്ചിരുന്നത്, 9, 10 തീയതികളിൽ. ഇനിയിപ്പോൾ എന്തായിരിക്കും NTA-ക്കെതിരെയുള്ള നടപടി? പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ പറഞ്ഞ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം വന്നതിന് പിന്നാലെ പല ഉദ്യോഗസ്ഥരെയും മാറ്റി താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുകയൊക്കെ ചെയ്തിരുന്നു. എന്നിട്ടും അതിൽ മാറ്റം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ഏത് തരത്തിലായിരിക്കും ഈ പറഞ്ഞ NTA എന്ന സംവിധാനത്തെ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സംവിധാനത്തെ കേന്ദ്ര സർക്കാർ നന്നാക്കാൻ പോകുന്ന ചോദ്യം പ്രസക്തമാണ്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളൊക്കെ, തിരുത്തൽ നടപടികൾ വരുമെങ്കിൽ പോലും വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം അടക്കമാണ് പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നത്. ആണെങ്കിലും നിലവിൽ നെറ്റ് പരീക്ഷയിലും കുളമാക്കിയിരിക്കുന്നു. അതിലും പരീക്ഷ വരുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് റോഷ്നി. അതാണ് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചുള്ള കളി, അത് തുടരുകയാണ്. രാജ്യത്ത് വമ്പൻ പ്രതിഷേധങ്ങൾ കണ്ടിട്ടും അതിൽ ആ സമരങ്ങളെല്ലാം വിജയിക്കുന്നതും വിദ്യാർത്ഥികളുടെ അവരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും അവർക്ക് ഈ രാജ്യത്ത് നിന്ന് വലിയ പിന്തുണ കിട്ടുന്നതും ഒക്കെ കണ്ടിട്ടും ഇനിയും പഠിക്കില്ല എന്ന് പറയുന്ന ഒരു ദേശീയ പരീക്ഷാ സംവിധാനം, ഒരു വിദ്യാഭ്യാസ സിസ്റ്റം, അതിനെയാണ് നമ്മളിപ്പോൾ ചോദ്യം ചെയ്യുന്നത്.